എന്നാ നമുക്ക് മുദ്രാവാക്യം വിളി തുടങ്ങാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നിലവിൽ പാർലമെന്റിൽ വളരെ സുദീർഘമായ നിലയിലാണ് ഇടതുപക്ഷത്തെ പ്രതിനിധികളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. നമുക്കിപ്പോ ഇടത് മാത്രമേ പറ്റുള്ളൂ എന്നൊന്നുമില്ലല്ലോ. നമുക്ക് എവർക്ക് പ്രിയങ്കരായ നമ്മുടെ ഡബിളെ റഹീം അദ്ദേഹത്തെ പാർട്ടി രാജ്യസഭാംഗമായി കൂടി ആക്കി. കേരളത്തെ കൂടി പറയിപ്പിക്കാനായിട്ട് രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭകളിൽ ഒന്നിലേക്ക് പാർലമെന്റിലേക്ക് എന്നെ അയക്കാൻ പ്രതിനിധീകരിക്കാൻ ലഭിച്ച ഈ അവസരം പൂർണ്ണമായും വിനിയോഗിക്കും എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ, ഈ ഇരിക്കണം ഞാനില്ലേ? അത് ഞാനല്ല. നിലവിൽ പാർലമെന്റിൽ വളരെ സുദീർഘമായ നിലയിലാണ് ഇടതുപക്ഷത്തെ പ്രതിനിധികളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കേണ്ടി വന്നു നമ്മുടെ സഖാക്കൾ. കേരളത്തിലെ CPM-ന്റെ ഒരു അവസ്ഥ. പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ആ മോന്തായി ഒന്ന് കാണട്ടെ, ഒന്ന് കാണട്ടെ. അല്ലെങ്കിൽ ഒത്തൊരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാന്നാണല്ലോ. എന്താ റഹിമിക്ക ഒരു വിമ്മിഷ്ടം? നാട്ടിൽ മുഴുവൻ എന്താണോ പറഞ്ഞോണ്ട് നടക്കാൻ പോകുന്നത്? ആരും കളിയാക്കൂല, അങ്ങ് ഉറക്കെ വിളിക്ക്. രാഹുൽ ഗാന്ധി സിന്ദാബാദ്, കോൺഗ്രസ് സിന്ദാബാദ് വിളിക്ക്. എന്നാലേ റഹീമിന്റെ ഒരു അവസ്ഥ നോക്കണേ. പിടിച്ചു നിൽക്കാൻ പെടുന്ന പെടാപാട്. ഒടുവിൽ രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കേണ്ടി വന്നു നമ്മുടെ സഖാക്കൾ. കേരളത്തിലെ CPM-ന്റെ ഒരു അവസ്ഥ. കോൺഗ്രസിന് രാഷ്ട്രീയമില്ല, നിലപാടുകളില്ല. ഇന്നലെ വരെ ചാനലിൽ കയറിയിരുന്ന് പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നവരാണ്. രാഹുൽ ഗാന്ധിക്ക് ജയ് വിളിക്കുന്നു. ആ പോരാട്ടം ആരും കാണാതെ പോകരുത്. ഇതുപോലെ എന്നും നിങ്ങളിങ്ങനെ ഒരുമിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുന്നതിൽ കൂടുതൽ പിന്തുണ ഞങ്ങൾ കൊടുക്കുമെന്ന് വരുത്തി തീർക്കാനാണ് CPM ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് മറ്റൊന്നും ചിന്തിക്കാനില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ പറ്റൂ. കേരളത്തിലെ CPM-ന്റെ ഒരു അവസ്ഥ. നിന്നെ ഒരുത്തന് വിശ്വസിച്ച് ഞാൻ എന്തൊക്കെയാടാ കാണിച്ചു കൂട്ടിയത്? ആരെയൊക്കെയാടാ ഞാൻ വെല്ലുവിളിച്ചത്?